ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിലവിലെ പ്രധാനപ്പെട്ട പദവികളും അത് വഹിക്കുന്ന വ്യക്തികളെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അപ്പോൾ ആരാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? അത് വി രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ഇദ്ദേഹമാണ് വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ മനുഷ്യാവകാശ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പം ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അത് വി രാമസുബ്രഹ്മണ്യനാണ്. ക്ലിയർ അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അതായത് ഇപ്പം നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പഠിച്ചു അല്ലേ? ആരായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? അതെ, അത് നമ്മുടെ വി രാമസുബ്രഹ്മണ്യനാണ്. ഇനി ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് രംഗനാഥ മിശ്രയാണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇനി നമ്മുടെ സംസ്ഥാനം. ഓക്കെ, സോ കേരള സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അതാരാണ്? അത് അലക്സാണ്ടർ തോമസ് ആണ്. ഇദ്ദേഹമാണ് അലക്സാണ്ടർ തോമസ്. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ തോമസ് ആണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? അത് വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ. ഓക്കെ, സോ വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ. അപ്പം നിലവിലെ അധ്യക്ഷയാണ് നമ്മുടെ വിജയ കിഷോർ രഹത്കർ. അപ്പം ആദ്യത്തെ അധ്യക്ഷ ആരായിരിക്കും? അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ആരാണ്? ജയന്തി പട്നായിക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? അത് വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ. ഇനി ആദ്യത്തെയോ? അത് ജയന്തി പട്നായിക് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ. അപ്പോൾ നമ്മൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പഠിച്ചു, ആദ്യത്തെ അധ്യക്ഷ ആരാന്നും പഠിച്ചു. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നിലവിലെ അധ്യക്ഷ, ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ അതാരായിരുന്നു? അത് വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ. ഇനി ആദ്യത്തെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരായിരുന്നു? അത് ജയന്തി പട്നായിക് ആണ്. ആരാണ്? ജയന്തി പട്നായിക്. ഓക്കെ, ഇനി കേരള സംസ്ഥാനം, ഇനി നമ്മുടെ കേരളത്തിലോട്ട് വരാം. ഓക്കെ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ അത് പി സതീദേവിയാണ്. ആരാണ്? പി സതീദേവി. ഓക്കെ അല്ലേ? ഇതാണ് കേട്ടോ പി സതീദേവി. ഓക്കെ, ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിലവിലെ 52ാമത്തെ, അത് എണ്ണം കൂടിയും ഓർത്ത് വയ്ക്കുക കേട്ടോ, നിലവിലെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി, അല്ലെങ്കിൽ BR ഗവായി എന്നും ക്വസ്റ്റ്യനിൽ വരും കേട്ടോ. BR ഗവായി അല്ലെങ്കിൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഇദ്ദേഹമാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം BR ഗവായി ചുമതലയേറ്റത് എന്നാണ് നോക്കാം. അത് 2025 മെയ് 14 2025 മെയ് 14. അപ്പോൾ ഈ 2025 അദ്ദേഹം സ്ഥാനം നിർവഹിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ, അതായത് 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതാരാണ്? സഞ്ജീവ് ഖന്നയാണ്. ഓക്കെ, സഞ്ജീവ് ഖന്നയാണ് 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സ്വയമായിട്ട് കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കിയ കോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഇടാം. ബാക്കി എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.